കഴിഞ്ഞ വീഡിയോ നിർത്തിയത് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ മെത്തേഡ്സ് ടു ഫൈൻഡ് റൂട്ട്സ് എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സിയുടെ എങ്ങനെയാണ് ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ സീറോസ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 3 മെത്തേഡ് ഉണ്ട്. അതിൽ ഫാക്ടറൈസേഷനും കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാം. അത് നോക്കേണ്ട ആവശ്യമില്ല, ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിച്ചാൽ മതി. കാരണം ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. ജസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3x² മൈനസ് 2 റൂട്ട് ഓഫ് 6x പ്ലസ് 2 ഇങ്ങനൊരു ഇക്വേഷനാണ്. ആദ്യമേ ഈ ഒരു ഇതൊരും കൂടി നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പം 2 റൂട്ട് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? റൂട്ടും മൈനസ് ഓഫ് റൂട്ട് 6 മൈനസ് റൂട്ട് 6 മൈനസ് റൂട്ട് 6 മൈനസ് റൂട്ട് 6 കൂട്ടുമ്പോൾ മൈനസ് 2 റൂട്ട് 6 കിട്ടും. ഈ 2നെ നമുക്ക് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്ന് എഴുതാൻ പറ്റും. റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 2 ആണ്. അങ്ങനെ ഇത് നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോമൺ ആയിട്ട് കുറച്ച് ഫാക്ടേഴ്സ് എടുക്കണം. വീണ്ടും അതായത് അപ്പം നമുക്ക് 3ഉം 2ഉം ഫോമിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇപ്പം 3യെ നമുക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം. അങ്ങനെ റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 അപ്പം റൂട്ട് 3x ഇൻറ്റു റൂട്ട് 3x അങ്ങനെയാണ് ഇങ്ങനെ വന്നത്. ഈ റൂട്ട് 6നെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, റൂട്ട് 3 ഇൻറ്റു റൂട്ട് 2 എന്ന്. അങ്ങനെ എല്ലാം സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ റൂട്ട് എക്സിനെ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഇവിടുന്ന് റൂട്ട് 3x കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഒരു റൂട്ട് 3x വരും, ഒരു റൂട്ട് 2 വരും. അങ്ങനെയാണ് മൈനസും ഇടയ്ക്ക് വരും. മൈനസ് ഓഫ് ഇത് ഞാൻ ചെയ്യാന്നാണ്. ഓക്കെ, ഒന്നാലെ മനസ്സിലാക്കും. ഓക്കെ, നോക്കിക്കോ. 3x² മൈനസ് 2 റൂട്ട് 6x പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0. ഇതിനെല്ലാം ഞാൻ റൂട്ട് 3x ഇൻറ്റു റൂട്ട് 3x എന്ന് എഴുതുന്നു. മൈനസ് റൂട്ട് 6x ഇൻറ്റു മൈനസ് റൂട്ട് 6x പ്ലസ് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 ഇസ് ഈക്വൽ ടു 0. ഇനി വീണ്ടും ഇതിനെ ഇപ്പൊ റൂട്ട് 3 ഉണ്ട്, റൂട്ട് 2 ഉണ്ട്. അപ്പൊ ഇവിടെ റൂട്ട് 6 അല്ലേ? റൂട്ട് 6 എന്ന് വെച്ചാൽ എന്താ? റൂട്ട് 3 ഇൻറ്റു റൂട്ട് 2 ആ. അപ്പം അങ്ങനെ വീണ്ടും ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പൊ എങ്ങനെ എഴുതും? റൂട്ട് 3x ഇൻറ്റു റൂട്ട് 3x മൈനസ് റൂട്ട് 3 ഇൻറ്റു റൂട്ട് 2x മൈനസ് റൂട്ട് 3 ഇൻറ്റു റൂട്ട് 2x പ്ലസ് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 ഇസ് ഈക്വൽ ടു 0. ഇനി റൂട്ട് 3xനെ ഞാൻ കോമൺ ആയിട്ട് എടുക്കുവാണെങ്കിൽ ഇവിടെ എന്തുണ്ട്? റൂട്ട് 3x ഉണ്ട്. മൈനസ് റൂട്ട് 3x കോമൺ ആയിട്ട് എടുത്തു, ബാക്കി എന്തുണ്ട്? റൂട്ട് 2 ഉണ്ട്. മൈനസ് വീണ്ടും ഇവിടെ ഞാൻ രണ്ടിടത്തുള്ള എന്താ? റൂട്ട് 2 അല്ലേ? അപ്പൊ റൂട്ട് 2 കോമൺ ആയിട്ട് എടുക്കുക, ബാക്കി എന്തുണ്ട്? റൂട്ട് 3x ഉണ്ട്. പുറത്ത് മൈനസ് ആകുമ്പോൾ അകത്ത് എന്താവും? മൈനസ് വരണം കേട്ടോ. കാരണം പുറത്ത് നമ്മൾ കോമൺ ആയിട്ട് മൈനസ് എടുക്കുവാണെങ്കിൽ അകത്തുള്ള സൈൻസ് ചേഞ്ച് ചെയ്യുമെന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ മൈനസ് വരും, വീണ്ടും റൂട്ട് 2 വരും, ഇസ് ഈക്വൽ ടു 0. ഇനി ഇത് രണ്ടും ഒരുമിച്ച് എഴുതാലോ. അപ്പൊ റൂട്ട് 3x മൈനസ് റൂട്ട് 2 അതുപോലെ തന്നെ റൂട്ട് 3x മൈനസ് റൂട്ട് 2 ഇസ് ഈക്വൽ ടു 0. ഇത് ഈക്വൽ ടു 0 ആണ്, ഇത് ഈക്വൽ ടു 0 ആണ്. അപ്പം സെപ്പറേറ്റ് ആയിട്ട് എഴുതണം. റൂട്ട് 3x മൈനസ് റൂട്ട് 2 ഇസ് ഈക്വൽ ടു 0. റൂട്ട് 3x ഇസ് ഈക്വൽ ടു റൂട്ട് 2. x ഇസ് ഈക്വൽ ടു റൂട്ട് 2 ബൈ റൂട്ട് 3. ഇതാണ് ഒരു റൂട്ട്. അടുത്തത് വീണ്ടും ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യണം. സെയിം ആണെങ്കിലും ഇക്വേറ്റ് ചെയ്ത് കാണിക്കണം. ഇസ് ഈക്വൽ ടു 0. റൂട്ട് 3x ഇസ് ഈക്വൽ ടു റൂട്ട് 2. x ഇസ് ഈക്വൽ ടു റൂട്ട് 2 ബൈ റൂട്ട് 3. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. അങ്ങനെ ക്വാഡ്രാറ്റിക് ഇക്വേഷന് 2 റൂട്ട്. ഈ 2 വാല്യൂ എക്സിന് കൊടുത്താലും ഈക്വൽ ടു 0 വരും. ഇത് ഞാൻ വെറുതെ എഴുതിയെന്നേ ഉള്ളൂ. ഇത് നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യേണ്ട, വെറുതെ കാണിച്ചെന്നേ ഉള്ളൂ. ഇതെന്ന് പറയുന്നത് ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഇനി സ്ക്വയർ മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി. അതെന്ന് പറയുന്നത് a² പ്ലസ് 2ab പ്ലസ് b². ഈ ഒരു ഇക്വേഷൻ ഫോമിൽ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ആക്കിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അടുത്ത മെത്തേഡ്. അതായത് നമുക്കിപ്പോൾ ഒരു ഇക്വേഷൻ ഉണ്ട്, x² പ്ലസ് 4x പ്ലസ് 5 ഇസ് ഈക്വൽ ടു 0. ഇതിനകത്ത് a² ആക്കി x² എടുക്കുക. അപ്പം a² ഇസ് ഈക്വൽ ടു x². അപ്പൊ a എന്തായിരിക്കും? x ആയിരിക്കും അല്ലേ? ഇനി ഈ ഒരു ഇക്വേഷനായിട്ട് ഇതിനെ എടുക്കുക. അതായത് 2ab എന്ന് പറയുന്നത് 4x ആണ്. അപ്പം 2 ഇൻറ്റു a എന്ന് പറയുന്നത് എന്താ? x ഇൻറ്റു b ഇസ് ഈക്വൽ ടു 4x. അപ്പൊ b എന്തായിരിക്കും? 4x ബൈ 2x ഇസ് ഈക്വൽ ടു 2. അങ്ങനെ b കിട്ടി. ഇനി നമ്മൾ എഴുതേണ്ട എങ്ങനെയാന്ന് വെച്ചാൽ x² പ്ലസ് ഈ ഒരു ഇക്വേഷൻ പോലെ എഴുതണം. 2 ഇൻറ്റു a എന്താണ്? x ഇൻറ്റു കുത്തിടാം കേട്ടോ, അപ്പം മനസ്സിലാവും. ഇൻറ്റു b എന്താണ്? 2 പ്ലസ് b² എന്താ? 2². പക്ഷെ നമുക്ക് ഇവിടെ 5 അല്ലേ ഉള്ളത്. അപ്പം b² എന്ന് 2² എന്നാണ് എഴുതേണ്ടത്. ഈ 2² എന്ന് ഇങ്ങനെ എഴുതിയത് കുഴപ്പമില്ലാതാവണമെങ്കിൽ 2² മൈനസ് 2² എന്ന് എഴുതണം. അപ്പം മൈനസും മൈനസും പ്ലസ് ആണ്, 0 എഫക്റ്റേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പൊ എഴുതിയാലും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനെ വെറുതെ എഴുതി വെക്കുക. പ്ലസ് ബാക്കിയുള്ള 5 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഇത്രയും നമ്മളൊരു ഇക്വേഷൻ നോക്കിയേ.
എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ അല്ലേ, അതിനെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമിൽ എഴുതിക്കൂടെ. അപ്പം എക്സ് പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ബാക്കിയുള്ളത് എന്താ, മൈനസ് 2 സ്ക്വയർ പ്ലസ് 5 എന്താ, 4 പ്ലസ് 5 4 പ്ലസ് 5 എന്താ, സോറി പ്ലസ് അല്ലല്ലോ, ഇത് മൈനസ് വരും കേട്ടോ, സോറി എന്താ 4 പ്ലസ് മൈനസ് 5, ഇത് മൈനസ് ആണ്, മൈനസ് ഇസ് ഈക്വൽ ടു 0. അപ്പം എന്താ വരും, എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ മൈനസ് 9 ഇസ് ഈക്വൽ ടു 0. ഈ നമുക്ക് അതായത് ഒന്നുമില്ല, ഈ പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതുക, നമ്മൾ എഴുതിയത് മൈനസ് ബി സ്ക്വയർ എന്നുകൂടി വെറുതെ ഇടുക, ബാക്കി എന്തോ ഉണ്ടോ അതും കൂടി സൈഡിലോട്ട് എഴുതുക. ഈ ഒരു ഇക്വേഷൻ തൊട്ട് ഞാൻ ഒന്നുകൂടി എഴുതാം, അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലായി. ഇവിടെ വരെ മനസ്സിലായില്ലേ, എയും ബിയും നമ്മൾ കണ്ടുപിടിച്ചു. അപ്പം എ എന്ന് പറയുന്നത് എക്സ് ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു, ബി എന്ന് പറയുന്നത് 2 ആയിട്ട് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഉള്ള ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 5 ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പം നമുക്ക് ആദ്യം നമ്മൾ എഴുതേണ്ടത് എക്സ് സ്ക്വയർ പ്ലസ് ഈ ഒരു ഇക്വേഷൻ പോലെ എഴുതുക, 2 ഇൻറ്റു എ എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു ബി എന്ന് പറയുന്നത് 2. ഇനി മൈനസ് ബി പ്ലസ് ബി സ്ക്വയർ എന്നാണ് എഴുതേണ്ടത്. നമ്മൾ ബി ഓൾറെഡി 2 ആണെന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അപ്പം പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതി. പക്ഷേ ഇക്വേഷനകത്ത് ഓൾറെഡി അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ, അതുകൊണ്ട് മൈനസ് 2 സ്ക്വയർ എന്ന് വെറുതെ എഴുതണം. നമ്മൾ എന്തെങ്കിലും ഒന്ന് എഴുതുകയാണ്, ആ ഇക്വേഷൻ ഇല്ലെങ്കിൽ അതിന്റെ മൈനസ് ഫോം കൂടി എഴുതിയ രണ്ടും ക്യാൻസൽ ആയി 0 ആയിക്കോളും. അതുകൊണ്ട് എഴുതിയത് കുഴപ്പമില്ല എന്നൊരു എഫക്റ്റ് വരും കേട്ടോ. മൈനസ് 5 ബാക്കിയുള്ളത് മൈനസ് 5 ഈക്വൽ ടു 0. ഇത്രയും എന്ന് പറയുന്നത് എ പ്ലസ് ബി ഫോമിലാണ്. സോ എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ, ബാക്കിയുള്ളത് മൈനസ് 2 സ്ക്വയർ മൈനസ് 5 ഈക്വൽ ടു 0. അതായത് എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ മൈനസ് 4 മൈനസ് 5 ഈക്വൽ ടു 0. x plus 2 the whole square minus 9 is equal to 0. x plus 2 the whole square minus 9 3 square എന്ന് എഴുതാം is equal to 0. ഇതെന്ന് പറയുന്നത് ഏത് ഫോമില, a square minus b square, a square minus b square is equal to a plus b into a minus b. ഇതാണ് a, ഇതാണ് b. അപ്പൊ a plus b into a minus b is equal to 0. ഓക്കെ, സോറി എ പ്ലസ് മൈനസ് 3 അല്ലേ, അപ്പം എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എ പ്ലസ് മൈനസ് 3, എ മൈനസ് മൈനസ് ബി എന്ന് പറയുമ്പോൾ എ മൈനസ് മൈനസ് 3. അതായത് എക്സ് പ്ലസ് 2 മൈനസ് 3, ഇത് മൈനസ് മൈനസ് പ്ലസ് ആവും, എക്സ് പ്ലസ് 2 പ്ലസ് 3 ഇസ് ഈക്വൽ ടു 0. ഇത് ഈക്വൽ ടു 0 ആണ്, ഇതും ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എഴുതാം. അതായത് എക്സ് പ്ലസ് 2 മൈനസ് 3 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 3 മൈനസ് 2 ഇസ് ഈക്വൽ ടു 1. ഇനി ഇത് ഈക്വൽ ടു 0, അപ്പോൾ എക്സ് പ്ലസ് 2 പ്ലസ് 3 ഇസ് ഈക്വൽ ടു 0, എക്സ് പ്ലസ് 5 ഇസ് ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 5. അങ്ങനെ ഇങ്ങനെ ഒരു രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഇതാണ് ഈ ഇക്വേഷൻ്റെ രണ്ട് റൂട്ട്സ്. ഈ രണ്ട് മെത്തേഡും പഠിക്കേണ്ട, കാരണം രണ്ട് മെത്തേഡും കുറച്ച് കൺഫ്യൂസിങ് ആണ്. മൂന്നാമത്തെ ഒരു മെത്തേഡ് ഉണ്ട്, അതിനെ ക്വാഡ്രാറ്റിക് ഫോർമുല എന്ന് പറയും. ആ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ആ ഇക്വേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ഫോമിൽ നമ്മൾ ആദ്യമേ നമുക്ക് എന്ത് ഇക്വേഷൻ തന്നാലും അത് എഴുതണം. ആ സ്റ്റാൻഡേർഡ് ഫോം എ സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 എന്നാണ്. എന്തൊരു ഇക്വേഷൻ കിട്ടിയാലും, ഫോർ എക്സാമ്പിൾ അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 4x ഇസ് ഈക്വൽ ടു 5 എന്ന് കിട്ടുക. അപ്പോൾ ഈ ഒരു ഫോമിൽ എഴുതുവാണെങ്കിൽ ഇത് എങ്ങനെ എഴുതണം, എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 5 ഇസ് ഈക്വൽ ടു 0 ഇങ്ങനെ എഴുതി വെക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് വിചാരിക്കുക. എക്സ് സ്ക്വയറിന്റെ ഫ്രണ്ടിലുള്ളതാണ് എ, എക്സിന്റെ ഫ്രണ്ടിലുള്ള ബി ആണ്, ബാക്കിയുള്ളത് സി എന്ന് വിചാരിക്കുക. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഇതിന് നമ്മൾ പറഞ്ഞിട്ടില്ലേ രണ്ട് റൂട്ട് ഉണ്ടെന്ന്. അപ്പോൾ ആദ്യത്തെ റൂട്ട് കണ്ടുപിടിക്കുന്നത് മൈനസ് ബി മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. രണ്ടാമത്തെ റൂട്ട് കണ്ടുപിടിക്കുന്നത് മൈനസ് ബി പ്ലസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഈ ഒരു ഇക്വേഷന് ഇത് വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഈ മൈനസ് സൈനൊക്കെ അതുപോലെ തന്നെ ഇടണം. ഇനി ഇക്വേഷനകത്ത് വേറെ മൈനസ് ഉണ്ടെങ്കിൽ ആ മൈനസും ഇതിനകത്ത് ഇടണം. ഈ മൈനസ് മാറ്റല്ലേ, ഈ മൈനസ് ഓൾറെഡി ഇക്വേഷനുള്ള മൈനസ് കേട്ടോ. ഈ രണ്ട് മെത്തേഡിനകത്ത് വെറുതെ രണ്ടെണ്ണത്തിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒരു വാല്യൂ കിട്ടും, അടുത്ത വാല്യൂ കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോക്കാനുള്ള എങ്ങനെയാന്ന് വെച്ചാൽ, ഈ നമ്മൾ പറഞ്ഞില്ലേ രണ്ട് റൂട്ട് കിട്ടുമെന്ന്. ഇപ്പൊ ഇവിടെ 1 -5 കിട്ടി.
നമ്മളെ വേറൊരു ഇക്വേഷനകത്ത് ആ രണ്ട് റൂട്ട്സും സെയിം ആയിരുന്നു അല്ലേ. അപ്പൊ ഈ രണ്ട് റൂട്ടുകൾ ഡിഫറെന്റ് ആവണമെങ്കിൽ ഈ b² മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 4ac ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഈ രണ്ട് റൂട്ട്സും, അതായത് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതായത് b² മൈനസ് 4ac എപ്പോഴും 0യേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ 0യുടെ ഈക്വലോ ആയിരിക്കും. ഈ b² മൈനസ് 4ac 0യേക്കാളും കൂടുതലാണെങ്കിൽ നമുക്ക് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഇതുപോലത്തെ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള റൂട്ട് കിട്ടും. ഇപ്പൊ സപ്പോസ് b² മൈനസ് 4ac 0യ്ക്ക് ഈക്വൽ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന രണ്ട് റൂട്ടുകൾ സെയിം ആയിരിക്കും. ഓക്കെ, ഇനി b² മൈനസ് 4ac ലെസ് ദാൻ 0 ആണെങ്കിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ആ എക്സിന് വാല്യൂ ഇല്ല, റിയൽ റൂട്ട്സ് ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇത് മറക്കല്ല്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പഠിക്കാൻ പോകുന്നതാണ് കോർഡിനേറ്റ് ജോമെട്രി. കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് കുറച്ചത് പറഞ്ഞായിരുന്നു. അതായത് ഇതിനെ നമ്മൾ കർട്ടേഷ്യൻ പ്ലെയിൻ എന്ന് പറയും. ഇതിന് എക്സ്, ഇത് എക്സ് ഡാഷ്. ഇപ്പോൾ ഇത് 0 ഒറിജിൻ ആണെങ്കിൽ 1 2 3 4 ഇങ്ങോട്ട്, ഇത് -1 -2 -3 ഇങ്ങോട്ട്, മേളിലോട്ട് 1 2 3 4 ഇത് വൈ ഡാഷ്, വൈ താഴോട്ടാകുമ്പോൾ -1 -2 -3 -4 അങ്ങനെ പോകും. ഇതിനെ വൈ ഡാഷ് എന്ന് പറയും. പിന്നെ ഒരു കർട്ടേഷ്യൻ പ്ലെയിൻ എന്നാണ് ഇത് പറയുന്നത്. ഇതിനെ നമ്മൾ ഒറിജിൻ എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് പി എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് XY എന്നായിരിക്കും. ഇവിടെ ഒരു പോയിന്റ് എടുക്കുകയാണ്, ആ പോയിന്റിനെ നമ്മൾ XY എന്ന് റെപ്രസെന്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ കോർഡിനേറ്റ് ജോമെട്രി എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, അപ്പം ഒരു പോയിന്റ് നമ്മൾ എക്സ് കോർഡിനേറ്റ്, ഇപ്പം എക്സ് ആക്സിസിൽ നിന്ന് നമ്മൾ 2 0, അതായത് വൈ കോർഡിനേറ്റ് ഇവിടെ 0 ആണ്, എക്സിന് മാത്രമേ വാല്യൂ ഉള്ളൂ. ഇത് 2, ഇതാണ് 0 എന്ന് പറയുമ്പോൾ വൈ ഇല്ല. അപ്പം എന്തായിരിക്കും, ഇങ്ങനെ എഴുതിയാൽ ആ പോയിന്റ് എക്സ് ആക്സിസിലായിരിക്കും ലൈൻ ചെയ്യുന്നത്. 0 2 എക്സ് 0 അപ്പം എക്സ് 0 ഒന്നുമില്ല, 2 ഏതാ ഇത്, ഈ പോയിന്റ്. അപ്പം ഇതെന്തോ വൈ ആക്സിസിലായിരിക്കും ലൈ ചെയ്യുന്നത് ഇങ്ങനെ എഴുതിയാൽ. ഓക്കെ, അപ്പൊ പോയിന്റ് ഓൺ ദ എക്സ് ആക്സിസിലുള്ള പോയിന്റിനെ നമ്മൾ എക്സ് 0 ആയിട്ടായിരിക്കും, വൈ ആക്സിസിലാണ് പോയിന്റ് എങ്കിൽ 0 വൈ ആയിരിക്കും പോയിന്റ്. ഇനി എക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വൈ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എക്സ് കോർഡിനേറ്റ് എന്നും എക്സ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വൈ കോർഡിനേറ്റ് എന്നും പറയുന്നത്. എക്സ് കോർഡിനേറ്റിനെ നമ്മൾ ആക്സിസ് എന്ന് പറയും, വൈ കോർഡിനേറ്റിനെ നമ്മൾ ഓർഡിനേറ്റ് എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ ഒരു രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതാണ് ഒരു കർട്ടേഷ്യൻ പ്ലെയിൻ ആണ്. അപ്പോൾ നമ്മളൊരു ലൈൻ വരച്ചു, എ ബി. എയുടെ പോയിന്റ്സ് x1 y1, അത് ഞാൻ കാണിച്ചു തരാം. നമ്മളൊരു കർട്ടേഷ്യൻ പ്ലെയിൻ വരച്ചു. ഈ പ്ലെയിന് ഇത് എക്സ് ഡാഷ്, ഇത് എക്സ്, ഇത് വൈ, ഇത് വൈ ഡാഷ്. ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് എ, ഇതെന്ന് പറയുന്നത് x1 y1 ആണ്. വേറൊരു പോയിന്റ് ഉണ്ട് ബി, ആ പോയിന്റ് എന്ന് പറയുന്നത് x2 y2 ആണെന്ന് വിചാരിക്കുക. ഈ എ ബിയുടെ ഡിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഒരു ഫോർമുല ഉണ്ട്. ആ എ ബിയുടെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ. അല്ലെങ്കിൽ തിരിച്ച് നമുക്ക് ഇങ്ങനെ ആയാലും, കാരണം സ്ക്വയർ എടുക്കുമ്പോൾ നെഗറ്റീവ് വരത്തില്ല, അതുകൊണ്ട് കുഴപ്പമില്ല, തിരിച്ചു എഴുതാം. അതായത് x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ. 1 2 1 2 അങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ 2 1 2 1 തിരിച്ചാവില്ല കേട്ടോ. ഇങ്ങനെ കണ്ടുപിടിച്ചാൽ നമുക്ക് എ ബിയുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി വേറൊരു ക്വസ്റ്റ്യൻ വരാം. അതായത് ഇപ്പം എ ബി എന്ന് പറയുന്ന ഒരു പോയിന്റ്, ആ പോയിന്റിന്റെ ഇടയിൽ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റ് എന്ന് പറയുന്നത് M1 M2 റേഷ്യോയിലാണ് ഈ പോയിന്റ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയാം. അതായത് ഈ എ പി പി ബി എന്ന് പറയുന്നത് M1 M2 റേഷ്യോയിലാണ് എന്ന് പറയുവാണെങ്കിൽ ആ റേഷ്യോ തന്നാലും നമുക്ക് ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും വിത്തൗട്ട്. അപ്പം ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ഇതിന്റെ എന്താ പോയിന്റ് കണ്ടുപിടിക്കാൻ പറയും. ഇതിന്റെ പോയിന്റ് പി എക്സ് വൈ എന്ന് പറയുന്നത് M1 x2 പ്ലസ് M2 x1 ബൈ M1 പ്ലസ് M2. ഇതാണ് എക്സ് കോർഡിനേറ്റ്. ഇതെന്ന് പറയുന്നത് x1 y1, ഈ എയുടെ പോയിന്റ്, ബിയുടെ പോയിന്റ് x2 y2 കേട്ടോ. അങ്ങനെയാണ് ഈ പോയിന്റ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഇത്രയുമാണ് എക്സ് കോർഡിനേറ്റ്. വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കുന്നത് M1 y1 പ്ലസ് M2 y1 ബൈ M1 y2 പ്ലസ് M2 y1 ബൈ M1 പ്ലസ്
m2. ഇതാണ് y കോർഡിനേറ്റ്. ഇങ്ങനെയാണ് ആ നടുക്കുള്ള പോയിന്റിന്റെ ഇത് കണ്ടുപിടിക്കുന്നത്. ഇനി വേറെണ്ണം ഉണ്ട് ഈ കോർഡിനേറ്റ് ജോമെട്രി തന്നെ വേറെണ്ണം വരുന്നുണ്ട്. ഓക്കെ, കോർഡിനേറ്റ് ജോമെട്രി തന്നെ വേറൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ കാർട്ടീഷ്യൻ പ്ലെയിൻ വീണ്ടും വരയ്ക്കുകയാണ് ഞാൻ. എക്സ്, എക്സ് ഡാഷ്, വൈ, വൈ ഡാഷ്. നമ്മളൊരു ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നൊരു ട്രയാങ്കിൾ. ഈ എക്ക് x1 y1 പോയിന്റ്, ബിയുടെ പോയിന്റ് x2 y2, സിയുടെ പോയിന്റ് x3 y3 എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറയും. അതിന്റെ ഏരിയ എന്ന് പറയുന്നതിന് ഒരു ഫോർമുലയുണ്ട്, വിച്ച് ഈസ് 1/2 ഇൻറ്റു x1 ഇൻറ്റു y2 മൈനസ് y3 പ്ലസ് x2 ഇൻറ്റു y3 മൈനസ് y1 പ്ലസ് x3 ഇൻറ്റു y1 മൈനസ് y2. ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മൾ x1 എന്ന് പറയുമ്പം 2ഉം 3യേ പിന്നെ വരത്തുള്ളൂ. y2 എന്ന് പറയുമ്പം 3ഉം 1ഏ വരത്തുള്ളൂ. x3 എന്ന് പറയുമ്പം 1ഉം 2ഏ വരത്തുള്ളൂ. അപ്പൊ 3 പറയുമ്പം 1ഉം 2ഉം അങ്ങനെ ഓരോന്നും. അപ്പൊ ഇതാണ് കോർഡിനേറ്റ് ജോമെട്രി. അപ്പൊ ഇത്രയാണ് ഏരിയയുടെ ഇക്വേഷൻ.